മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. സമൂഹത്തിൽ നടമാടുന്ന അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീശക്തി പൊരുതണമെന്ന ആഹ്വാനവുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഴയന്നൂർ മേഖലാ സമ്മേളനം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പഴയന്നൂർ മേഖലാ സമ്മേളനം പഴയന്നൂർ EMS ഭവനിൽ വെച്ച് നടന്നു. മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം മിനി അരവിന്ദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആസൂത്രണ പദ്ധതിയിലൂടെ അധികാരം ജനങ്ങളിലേക്ക്, അധികാര വികേന്ദ്രീകരണത്തിലൂടെ അന്നത്തെ ഇടതുപക്ഷ സഖാവ് കെ നായനാർ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വേണം ഒരു സ്ത്രീപക്ഷ കേരളം എന്ന കാഴ്ചപ്പാടോടുകൂടി 1981 മുതൽ 33% സംവരണം സ്ത്രീകൾക്ക് വേണം നിയമസഭയിലും രാജ്യസഭയിലും ലോകസഭയിലും എന്ന മുദ്രാവാക്യം കൊണ്ട് മുറവിളി കൂട്ടുന്നവരാണ് നമ്മൾ. പക്ഷേ 1996 മുതൽ 50% സംവരണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കെല്ലാം ആര് കടന്നു വന്നു? സ്ത്രീകൾ കടന്നു വന്നു. മഹിളാ അസോസിയേഷൻ പഴയന്നൂർ മേഖലാ പ്രസിഡന്റ് പത്മജ മുരളീധരൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ഗീത രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുജാത, വിജി, രാധിക എന്നിവർ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും CPM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ശോഭന രാജൻ, രമ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തലോട് കൂടിയാണ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. മേഖലയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി C രാധികയെയും സെക്രട്ടറിയായി പത്മജ മുരളീധരനെയും വിജിത സതീഷിനെ ട്രഷററായും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. കൂട്ടേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടത്തുന്നതിന് വേണ്ടി പുതിയൊരു കമ്മിറ്റിയൊക്കെ നമുക്കൊന്ന് രൂപീകരിച്ചിട്ട് വേണം സമ്മേളനം തിരിയാൻ. എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ പഴയന്നൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും CCV ന്യൂസ് പഴയന്നൂർ.